നമുക്ക് ഈജിപ്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല അടുത്തുള്ള സയ്യിദ സൈനബ്, സയ്യിദ ആയിഷ, സയ്യിദ് ഹുസൈൻ റിളോൻ ഇങ്ങനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താൻ ഉള്ള ഒരു മാർഗം ഇങ്ങനെ ബസ് കയറിയാൽ മതി. മെട്രോ സംവിധാനമുണ്ട്, ബസ്സിൽ കയറിയാൽ തന്നെ മതി. ഇവിടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയാം. ബസ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ ബസ്സല്ല. ദൂരേക്ക് ഇപ്പോൾ ശബരിമാമിൻ്റെ അടുക്കൽ പോകുമ്പോൾ അങ്ങനത്തെ സ്ഥലത്തിനൊക്കെ നമുക്ക് ബസ് ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് പിന്നെ സമീപത്തെ സ്ഥലത്തേക്കൊക്കെ അടുത്ത നാടുകളിലേക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ള മാതിരി ബസ്, അതിൻ്റെ ബോർഡ്, അതിൻ്റെ നമ്പർ ഒക്കെ ഉള്ള രീതിയിൽ ഈ കാണുന്ന ഒരു 13 ആൾ കൊള്ളുന്ന വണ്ടിയാണ് ഇവിടെ നമുക്ക് നിറച്ച് കാണാൻ കഴിയുന്നത്. നല്ല നമ്മുടെ നാട്ടിൽ കാണാത്ത നല്ല രസകരമായൊരു കാഴ്ച. ഇത് നിങ്ങൾ ഇയാൾ പൈസ ഇങ്ങനെ ഉണ്ടോ പെണ്ണിനെ കൊണ്ടുവരണം. പിന്നെ അതിങ്ങനെ പൈസ ഇങ്ങനെ ബാക്കിൽ വാങ്ങിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് മുമ്പൊക്കെ ഇങ്ങനെ പോവുക. അങ്ങനെ എല്ലായിടത്തും തീർന്ന് ലാസ്റ്റ് ഡ്രൈവറെ അടുത്ത് എല്ലാവരെയും പൈസ എത്തുക. നമ്മുടെ നാട്ടിൽ ജീപ്പിൽ പിന്നെ ഇറങ്ങിയിട്ട് പൈസ കൊടുക്കുക, അപ്പോൾ ആ സമയം വേസ്റ്റ് ആകുക, അങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ല. ചില്ലറല്ലേ അറിയാം, അങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ല. ഇത് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 600 മഹാനവറുകളുടെ നാമധേയത്തിലുള്ള കോട്ടയാണ് ഈ കാണുന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ഈ സ്ഥലത്തിൻ്റെ പേര് സയ്യിദ ആയിഷ എന്നാണ്. ഒരു 100-600 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ് ആ പള്ളി. പിന്നെ അതിൽ സുബ്ഹാനല്ലാഹ് അങ്ങോട്ട് നോക്കി, അത്രയും പഴക്കമുള്ള ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടുന്ന് ഈ കാണുന്നതാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾക്ക് ജന്മം നൽകിയ ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ദർഗട്ടെ. സുയൂത്തി ഇമാമിൻ്റെ ദർഗയാണ് കാണുന്നത്. അല്ലാഹ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇമാമുന സുയൂത്തി റളിയല്ലാഹു. ഈ സ്ഥലത്തിൻ്റെ പേര് സയ്യിദ ആയിഷ. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ നാത്തൂന് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹയുടെ മകള് മൂസൽ കാദിം റളിയല്ലാഹു അൻഹ പെങ്ങള് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ മഖാമും അവരെ പേരുള്ള പള്ളിയൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സയ്യിദ ആയിഷ എന്ന് പേര് വന്നത്. ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റസൂൽ ഷരീഫുള്ള അടുത്ത് അവിടെ സയ്യിദ് ഹുസൈൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ അതുപോലെ സൈനബ് റളിയല്ലാഹുവിൻ്റെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അവരെ ആ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്, സയ്യിദ സൈനബ. ഇങ്ങനെ അപ്പോൾ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് അൽഹംദുലില്ലാഹ് ഈ നല്ലൊരു പകലിൽ രാവിലെ ഞങ്ങളെത്തിയത്.